ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വാസ്റ്റ വാഗമൺ എന്ന ഗ്രാൻഡ് ന്യൂ റിസോർട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം 24 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ഈ യാത്രയിലുണ്ടായിരുന്നത്. ഏകദേശം 3 മണിയോടെ ഞങ്ങൾ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തു. വാസ്റ്റ വാഗമൺ എന്ന ഈ ഗ്രാൻഡ് ന്യൂ റിസോർട്ടിലെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. ഇതൊരു ഇൻഫിനിറ്റീവ് സ്വിമ്മിംഗ് പൂളാണ്. വിശാലമായ ഒരു സ്പേസിൽ വിശാലമായ മലനിരകൾക്ക് അഭിമുഖമായിട്ടാണ് ഈ സ്വിമ്മിംഗ് പൂളിലൂടെ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത്. നമ്മൾ റിസപ്ഷനിലെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ തന്നെ സത്യം നമ്മൾ കിടുങ്ങിപ്പോകും. അങ്ങനെ ഒരു സ്പേസിലാണ് ഈ സ്വിമ്മിംഗ് പൂളിലൂടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിള്ളേർക്ക് കളിക്കാൻ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പിള്ളേരല്ല ഇപ്പോൾ കളിക്കുന്നത്, ഞങ്ങളുടെ കൂടെ വന്ന ടീംസൊക്കെ തന്നെയാണ്. ഇവിടെ ഒരു ക്രിക്കറ്റ് പിച്ചൊക്കെ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയൊരു സെറ്റപ്പല്ല, ചെറിയൊരു ക്രിക്കറ്റ് പിച്ച്, പിന്നെ ഒരു ബാസ്കറ്റ് ബോൾ കളിക്കാൻ താല്പര്യങ്ങൾക്ക് ബാസ്കറ്റ് ചെയ്ത് കളിക്കുന്ന ചെറിയൊരു സെറ്റപ്പ്. പിന്നെ ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ കാണുന്നത് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ. നമുക്കും ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് റൂം അലോക്കേറ്റായി. നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ഈ റിസോർട്ടിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ കുത്തനെയുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ്. ഏറ്റവും മുകളിലാണ് റിസപ്ഷൻ അറേഞ്ച് ചെയ്തേക്കുന്നത്. അവിടെ തന്നെയാണ് പൂളുള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന റൂം 304 ആണ്. റൂം ഇതാണ് കേട്ടോ. നമുക്ക് റൂമിൽ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ കുറച്ച് ലാമ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സോഫയുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ ഇവിടെ ഒരു ടീ ടേബിളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെയറുണ്ട്. ഇവിടെ ഇരുന്നിട്ട് ചായ കുടിച്ചിട്ട് നമുക്കിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാം. ലുക്ക് അറ്റ് ദ വ്യൂ. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്സ്. ഈ റൂമിൻ്റെ ഒരു ഹൈലൈറ്റ്സ് എന്ന് അപാര വ്യൂ ആണ്. സൂപ്പറാണ്. ഒരു യുണീക്ക് പ്ലേസിലാണ് ഈ റിസോർട്ട് നിൽക്കുന്നത്. ഇത് തുടങ്ങിയിട്ട് 2024 ഡിസംബറിലാണ് ഈ റിസോർട്ട് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബെഡ് 3 പേർക്ക് അത്യാവശ്യം സുഖകരമായി കിടക്കാം. വാഷ്റൂമാണ്. വാഷ്റൂമിൽ ഇപ്പോൾ ആളുണ്ട്. പിന്നെ ഇവിടെ ഒരു അലമേരയുണ്ട്. സാധനങ്ങളൊക്കെ വയ്ക്കാം. അടിപൊളി AC എയർ കണ്ടീഷണർ റൂമാണ് നമ്മൾ എടുത്തേക്കുന്നത്. വ്യൂ സാധ്യ വ്യൂ ആണ്. ഇത് നമ്മുടെ ബാൽക്കണി. ഇതല്ലേ ബാൽക്കണി? ഇത് തന്നെയാണ് ബാൽക്കണി. സ്ലൈഡിങ് ഡോറായിരുന്നു. ഇവിടെ ഒരു ചെയറുണ്ട്. രാവിലെ ചായയൊക്കെ കുടിച്ച് ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ സൂപ്പർ ലവ്ലി പ്ലേസ്. എല്ലാവരും അവരവരുടെ റൂമിൽ ലഗേജൊക്കെ വെച്ച് ചെറുതായിട്ടൊന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ ഇവിടെ അടുത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞങ്ങൾ 24 പേര് ഉണ്ടായിരുന്നു. അതിൽ 2 പേര് വരുന്നില്ലെന്ന് പറഞ്ഞു. അവരിവിടെ സ്റ്റേ ബാക്കിയുള്ളവരുമായിട്ട് ഞങ്ങൾ പോവുകയാണ്. റിസോർട്ടുകാർ അതിന് ചെറിയ ട്രക്കിംഗ് എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചെരുപ്പൊക്കെ മാറ്റി ഷൂ ഒക്കെ ഇട്ട്, ചിലർ ഷൂസൊന്നും കൊണ്ടുവന്നില്ല, അവർ ചെരുപ്പ് തന്നെ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ആ വ്യൂ പോയിൻറ്റിലേക്ക് പോവുകയാണ്. എന്താണ് ഇവിടെ കാണാനുള്ളതെന്ന് നോക്കാം. വെള്ളച്ചാട്ടമാണെന്നൊക്കെയാണ് പറഞ്ഞത്. നോക്കാം എന്താണെന്ന്. അങ്ങനെ ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. നടന്നു തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളൊരു അഗാധമായ ഗർത്തത്തിലേക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഓരോരോ തമാശകളൊക്കെ പറഞ്ഞ് നല്ല എൻജോയ് ചെയ്ത് തന്നെയാണ് യാത്ര മുന്നോട്ട് പോയത്. ഇപ്പം നിങ്ങൾക്ക് കാണാം, അതിമനോഹരമായ പ്ലേസാണ്. എത്ര ഭംഗിയുള്ള സ്ഥലത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വളരെ മനോഹരമായ ഒരു സ്ഥലത്തൂടെയാണ് ഞങ്ങൾ ആ യാത്ര ചെയ്തത് കേട്ടോ. അവസാനം നടന്ന് ഞങ്ങളൊരു സ്ഥലത്തെത്തി കേട്ടോ. ഇതെന്തുവാടാ, ഗുഹയാ? ഈ പാറ കാണാനല്ലേ? ഇവിടെയുള്ള ഈ വ്യൂ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഈ ഒരു വലിയ
പാറക്കെട്ടുകളും അവിടെ കൂടി ഒഴുകുന്ന ചെറിയ ഒരു ജലാശയമാണ് കേട്ടോ ഇവിടെയുള്ള ഈ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ മഴയുണ്ട്, നല്ല വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ കുത്തി ഒലിച്ച് വരുന്ന വെള്ളം ഈ പാറക്കെട്ടുകളെ തട്ടി തലോടി പ്രതിധ്വനിച്ചൊക്കെ പോകുമ്പോൾ നല്ല രസമായിരിക്കും ആ കാഴ്ച കാണാൻ കേട്ടോ. മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിറച്ച് ചീവീടുകളാണ്, ഭയങ്കര ചീവീടുകളുടെ ശബ്ദമായിരുന്നു. ആകാശത്ത് കാർമേഘങ്ങളൊക്കെ നിൽക്കുന്നുമുണ്ട്. മേ ബി ഒരു മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. മഴ പെയ്തു. മഴയെന്ന് പറയുമ്പോൾ നല്ല അടിപൊളി മഴ. ഞങ്ങൾ റിസോർട്ടിലേക്ക് തിരികെ എത്തുന്നതിന് മുമ്പ് തന്നെ മഴ പെയ്തു. എല്ലാവരും നനഞ്ഞ് കുളിച്ചാണ് റിസോർട്ടിലേക്ക് കയറിയത് കേട്ടോ. ഇവിടെ കുറേ പേര് പൂളിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നനഞ്ഞു. അപ്പോൾ പിന്നെ കുളിച്ച് തന്നെ കയറാമെന്ന് കരുതിട്ടോ. ഓൾറെഡി നനഞ്ഞതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ രണ്ടും കൽപ്പിച്ച് മഴയത്തേക്ക് ഇറങ്ങി കേട്ടോ. നല്ല മഴ, തണുപ്പ്, കാറ്റ്, നല്ല വൈബായിരുന്നു കേട്ടോ. പിന്നെ പാട്ടായി, ഡാൻസായി, റീൽ ഷൂട്ടിംഗ് ആയി. ആകപ്പാടെ ഒരു കുഴപ്പമുണ്ടായെന്ന് ചോദിച്ചാൽ ഞങ്ങളൊരു ഗ്രൂപ്പ് റീൽസ് എടുക്കാൻ ശ്രമിച്ചപ്പോൾ മിന്നൽ ഒന്ന് അടിച്ച് കോളാക്കി കളഞ്ഞത്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. പാട്ട് ഏതാണ്? അയ്യോ, അത് ഷൂട്ട് ചെയ്യണ്ടായിരുന്നേ. 1 million വ്യൂ ആണ് പോയത്. സ്വിമ്മിംഗ് പൂളിൽ ഞങ്ങൾ ഏകദേശം ഒരു 2 മണിക്കൂറും കളിച്ചു കേട്ടോ. അതിന് ശേഷമായിരുന്നു ക്യാമ്പ് ഫയറിലെ കലാപരിപാടികൾ കഴിഞ്ഞപ്പോൾ ശരിക്കും ലൈറ്റായി. എല്ലാവരും ടയേർഡായി. പിന്നെ എല്ലാവരും അവരുടെ റൂമിലേക്ക് പോയി. ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ. നാളെ മോർണിംഗിൽ റിസോർട്ടിലെ കാഴ്ചകളൊക്കെ എന്തെങ്കിലും നോക്കാവേ. ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ വാഗമണിലെ നമ്മുടെ സെക്കൻഡ് ഡേ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. ചെറുതായിട്ട് കറണ്ടൊക്കെ പോയിട്ട് വരുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഡേ സ്റ്റാർട്ടിങ് ആണ്, മോർണിംഗ് ആണ്. സോ മോർണിംഗിൽ നമ്മുടെ റൂമിൻ്റെ സോഫയൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് അവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ, മോർണിംഗ് വ്യൂ, കോടയൊക്കെ വന്നിട്ട് അടിപൊളിയല്ലേ. ടീ പ്ലാന്റേഷനാണ്. ആ സൈഡൊക്കെ മുഴുവൻ കോടയാണ്. ഇന്നലെ വിസിബിളായിരുന്ന ആ ഏരിയയൊക്കെ ഇപ്പോൾ നോട്ട് വിസിബിളാണ്. ഇറ്റ്സ് എ പെർഫെക്റ്റ് മോർണിംഗ്. അടിപൊളിയായിട്ടുള്ള ഒരു മോർണിംഗ് ആണ്. ഇനി നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ സ്ലൈഡിങ് ഡോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പുറത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഞാൻ ഈ ഡോർ ഓപ്പൺ ചെയ്യണം. അതിങ്ങനെ പിടിച്ചിട്ട് ഓ മൈ ഗോഡ്. ഇവിടെ വിസിബിലിറ്റി കുറവാണ്, പക്ഷേ ഫുൾ ഫോഗാണ്. മൂടൽമഞ്ഞിനെ മൂടപ്പെട്ടിരിക്കുന്നു. ഓക്കെ, കംപ്ലീറ്റ് സൈലൻസ്. പക്ഷികളുടെ ബഹളങ്ങളും കരച്ചിലുകളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ഞാനിത് മര്യാദ കാണിച്ചു തരാം. എൻ്റെ മുഖം കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഡയറക്റ്റ് ചെയ്യണം. വാവ്, ആ സൈഡൊക്കെ ഇന്നലെ ഈവനിങ്ങിൽ അത്യാവശ്യം വിസിബിളായിരുന്നു. ഞാനിവിടെ ചെക്കിങ് ചെയ്യുന്ന സമയത്ത്. ഈ സമയത്ത് ഇത് ഫുള്ള് മൂടൽമഞ്ഞ് വന്നു. ആ ഏരിയക്ക് ഫുള്ള് പോയി. അപ്പോൾ ഞാൻ ഈ ചായ ഉണ്ടാക്കുന്ന ഈ സാധനം വെച്ചിട്ട് ഒരു ചായ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. അമ്മമാരിവിടെ എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. AVT ഗോൾഡ് കപ്പ് ബ്രൂ ഉണ്ട്.
ഡയറി ക്രീമർ. അപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു ചായ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഈ ബാൽക്കണിയിൽ ഇരുന്ന് അത് കുടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓക്കെ, മോർണിംഗ് ആണ്. ഞാൻ നേരെ റൂമൊക്കെ ക്ലോസ് ചെയ്ത് പുറത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് കരുതിയിട്ടാണ്. ഈ ചുവരുകളൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇവിടെ റൂംസാണ് കേട്ടോ. പിന്നെ ഇവിടെയും ഇവരുടെ റൂമാണ്, പ്രത്യേകം കോട്ടേജുകളാണ് അതൊക്കെ. ഈ പടവുകൾ കയറിയിട്ട് നമ്മൾ നേരെ ചെല്ലുന്ന ഇവരുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇതാണ് ഇവരുടെ ഡൈനിങ് ഏരിയ. പിന്നീട് ഞാൻ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെയുള്ള ഈ ചെടികളൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയാണ്. മൾട്ടി കളേഴ്സായിട്ടുള്ള ഇലകളൊക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ചെടികളും പൂക്കളൊക്കെ ഇവിടെയുണ്ട് കേട്ടോ. നേരെ ഈ പടവുകൾ കയറി ഞാൻ നേരെ ചിൽഡ്രൻസ് പ്ലേയിങ് ഏരിയയിലേക്ക് പോയി. ഇതാണ് ചിൽഡ്രൻസ് പ്ലേയിങ് ഏരിയ. നല്ല രാവിലത്തെ കാഴ്ചകൾ കേട്ടോ. ആരുമില്ല, എല്ലാവരും കിടന്നുറങ്ങുകയാണ്. ഇന്നലത്തെ രാത്രിയിലെ കലാപരിപാടികൾ കഴിഞ്ഞപ്പോൾ എല്ലാവരും ലേറ്റായി. അപ്പോൾ എല്ലാവരും ലേറ്റായിട്ടാണ് കിടന്നത്. അപ്പോൾ ആരും എണീറ്റിട്ടില്ല. ഞാൻ രാവിലെ എണീറ്റിട്ട് റിസോർട്ടിലെ മോർണിംഗ് കാഴ്ചകളൊക്കെ ക്യാമറയിൽ പകർത്താനുള്ള ഒരു ശ്രമത്തിലാണ്. ഇവിടെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗത്തായിട്ട് റിസപ്ഷനിൽ ആരുമില്ല. സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗത്തായിട്ട് ഇവിടുത്തെ സ്റ്റാഫ് പൂള് ക്ലീൻ ചെയ്യുവാണ്. അവിടുത്തെ ക്ലീനിങ് ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ പൂളിനടുത്തായിട്ടുള്ള ആ മലനിരകളൊക്കെ ഫുള്ള് മൂടൽ മഞ്ഞിനാൽ മൂടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ, ഫുള്ള് മൂടൽ മഞ്ഞ്. നമുക്കവിടെ വിസിബിലിറ്റി ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഞാനവിടെ ക്യാമറ നേരെ റിസപ്ഷൻ ഏരിയയ്ക്ക് പോകും. അവിടെ കണ്ടോ, ആ സൈഡിലൊന്നും ഒന്നും കാണാൻ പറ്റുന്നില്ല. ഫുള്ള് മൂടൽ മഞ്ഞാണ്. സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, അതിൻ്റെ അത് കഷയെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. യെസ്, അപ്പോൾ ഇതൊക്കെയാണ് വാസ്റ്റ വാഗമണിലെ കാഴ്ചകൾ കേട്ടോ. ഞങ്ങൾ ഏകദേശം 11 മണിയോടുകൂടി റിസോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. ബസ് ഇങ്ങോട്ട് കയറി വരില്ല. 4 വീലേഴ്സ് വരും, പക്ഷേ വലിയ ഹെവി വെഹിക്കിൾസിന് ഈ റിസോർട്ടിലേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ഇവരുടെ ജീപ്പിലാണ് ഞങ്ങളെ പിക്ക് ചെയ്തും ഡ്രോപ്പ് ചെയ്തൊക്കെ കേട്ടോ. അപ്പോൾ ഇത്രയാണ് വാസ്റ്റ വാഗമണിലെ കാഴ്ചകൾ. ഞങ്ങൾ 11 മണിയായപ്പോൾ ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പൈൻ ഫോറസ്റ്റിലേക്ക് പോയി. അവിടുത്തെ കാഴ്ചകളൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല, കാരണം അതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്.